ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞങ്ങൾ കാണിക്കുന്നത് ഒരു പ്ലാൻ ഹണ്ടിങ് വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും പ്ലാൻ ഹണ്ടിങ്ങിന് പോകുന്നുണ്ട്. അപ്പോൾ ഞങ്ങളും അതുപോലെ ഒരു പ്ലാൻ ഹണ്ടിങ് നടത്തി. ഞങ്ങൾ ഒരുപാട് ദൂരം യാത്ര ചെയ്ത് കണ്ടുള്ളൊരു പ്ലാൻ ഹണ്ടിങ് ഒന്നും അല്ല കേട്ടോ നടത്തിയിട്ടുള്ളത്. ഞങ്ങളെ നാട് തന്നെ നല്ല പച്ചപ്പൊക്കെ നിറഞ്ഞ ഒരു പ്രദേശമാണ്. അപ്പോൾ പിന്നെ അവിടെ നിന്ന് തന്നെയാണ് കളക്ട് ചെയ്താൽ മതി കുറച്ച് ചെടികൾ. കണ്ടില്ലേ, അതിലൊക്കെ നല്ല പച്ചപ്പാണ്. ആ പച്ചപ്പിൻ്റെ അടിയിൽ കൂടെ കണ്ടോ നല്ല ഭംഗിയുള്ള പൂക്കൾ ഇങ്ങനെ വിരിഞ്ഞിരിക്കണ്. അപ്പോൾ ഇതാണ് ഞങ്ങൾ ഫസ്റ്റ് കളക്ട് ചെയ്ത ചെടി കേട്ടോ. ഇത് എൻ്റെ ജ്യേഷ്ഠൻ്റെ വീട്ടിലേക്ക് പോണ വഴിയാണ് കേട്ടോ. അപ്പോൾ അവിടെ ജ്യേഷ്ഠൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ പുഴയാണ്. അപ്പോൾ പുഴേൻ്റെ സൈഡിൽ കൂടെയാണ് ഞങ്ങൾ പ്ലാൻ ഹണ്ടിങ് നടത്തിയിട്ടുള്ളത്. അപ്പോൾ അവിടെ ഒരുപാട് ഇതുപോലുള്ള ചെടികൾ നിൽക്കുന്നുണ്ട്. ഇത് അടുത്തത് ഞങ്ങൾ കളക്ട് ചെയ്ത ചെടിയാണിത്, കോളാമ്പി ചെടി. ഇത് 2-3 കളറുണ്ട്. ശരിക്കും വയലറ്റ് ഉണ്ട്, ഇതൊരു മഞ്ഞ കളറാണ്, ഒരു ലൈറ്റ് മഞ്ഞയാണ്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ അതാക്കണ ഒരു നമ്മളെ കമ്മൽ ചെടീൻ്റെ ഒരു വള്ളിയായിട്ട് പോണൊരു ചെടിയാണ് കമ്മൽ ചെടി. അതും ഇവിടെ ഒരുപാടുണ്ട് കേട്ടോ, ഒരുപാട് സ്പ്രെഡായി കിടക്കുന്നുണ്ട് ഈ കോളാമ്പി ചെടിയും. അതിൻ്റെ കൂടെ തന്നെ ആ ഒരു വയലറ്റ് കളർ പൂവുള്ള ചെടിയും. അപ്പോൾ അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. അതാണ്ടോ ഇതിലൊക്കെ ഫുള്ള് അതാണ് സ്പ്രെഡായി കിടക്കുന്നത്. പിന്നെ ഈ മഞ്ഞ പൂക്കളും. പിന്നെ ഇതാ നല്ല സ്നേക്ക് പ്ലാന്റ് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഒരുപാട്. ഈ സ്നേക്ക് പ്ലാന്റുമേ പൂ വിരിഞ്ഞ് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അതുകൊണ്ടോ അത് നിറച്ച് പൂ വിരിഞ്ഞിക്കണം. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ അത് കാണുന്നത്. ഇതാ ഈ സ്നേക്ക് പ്ലാന്റിൻ്റെ കൂട്ടത്തിൽ തന്നെ വേറെ ഒരു ചെടി നിൽക്കുന്നുണ്ട് കേട്ടോ. അത് പണ്ടൊക്കെ വേലിച്ചെടി എന്നറിയപ്പെടുന്നൊരു ചെടിയാണ്. അതിൻ്റെ പോലെ തന്നെ ഞങ്ങളുടെ നാട്ടിൽ അതിന് തത്തമ്പ ചെടി എന്നൊക്കെ ഒരു പേരുണ്ടായിരുന്നു. ചെറുപ്പത്തിലാകുമ്പോൾ ഒരു പൂവുണ്ടാവും, അതിൻ്റെ ഷേപ്പ് തത്തയുടെ ഷേപ്പ് ആയതുകൊണ്ട് അതിന് തത്തമ്പ ചെടി എന്ന് ഞങ്ങളൊക്കെ പറഞ്ഞിരുന്നത്. ഇതുണ്ടോ ഇതിവിടെ നിറച്ച് സ്പ്രെഡായി കിടക്കുകയാണ് സ്നേക്ക് പ്ലാന്റ്. അപ്പോൾ ഇതൊക്കെ ആ പോണ വഴിയിലുള്ള കാഴ്ചകളാണ്. ഇനി ഞങ്ങളെ കാണിക്കാൻ പോണ സ്ഥലം എന്ന് പറയുന്നത് ഞങ്ങളെ നാട്ടിലെ ഒരു പാർക്കാണ്. ആ പാർക്കിൻ്റെ ബാക്ക് സൈഡാണ് കേട്ടോ അത്, ഫ്രണ്ട് വശമല്ല. അതായത് ഇക്കോ വില്ലേജിൻ്റെ ബാക്ക് സൈഡാണ്. അത് ജ്യേഷ്ഠൻ്റെ വീടിൻ്റെ ഒരു തൊടുക അപ്പുറത്താണ് ഈ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ബാക്ക് സൈഡിൽ ഒരുപാട് ചെടികൾ അവിടുന്ന് ഇങ്ങോട്ട് സ്പ്രെഡായി ഇറങ്ങിയിട്ട് ഈ തൊടിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ ആ ചെടി കുറച്ച് കളക്ട് ചെയ്തു. അവിടുന്ന് ഇങ്ങോട്ട് സ്പ്രെഡായി കണ്ടോ ഈ തൊടിയിൽ ഇങ്ങനെ ഇറങ്ങിയിരിക്കണം. ഞങ്ങൾക്ക് ഇനി പാർക്കിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഇവിടുന്ന് ഇങ്ങനെ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ ഒരു വേലിയുണ്ട്, ആ വേലിൻ്റെ അപ്പുറത്താണ് അതിൻ്റെ ഭാഗങ്ങളുള്ളത് കണ്ടോ. അപ്പോൾ അവിടുന്ന് ആ കാണുന്നതൊക്കെയാണ് പാർക്കിനകത്തെ കാഴ്ചകൾ. ഇവിടെ കുറച്ച് കുട്ടികൾക്കുള്ള ഊഞ്ഞാലും കാര്യങ്ങളൊക്കെയാണ്. ഇതാ പിന്നെ തൊട്ടടുത്തതൊക്കെ അതിൻ്റെ അടുത്ത് തന്നെ ഒരു കണ്ണാടി ചെടി നിൽക്കുന്നുണ്ട്. ഇതും ആ പാർക്കിൻ്റെ സൈഡിലാണ്. ആ പാർക്കിൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വന്നിട്ടുള്ളതാണ്. അതിനകത്ത് ഇതിൻ്റെ പലവിധം കളറുകളുണ്ട്. അപ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് കയറി വന്നാണിത്. കൊറോണ കാരണം ഈ പാർക്ക് ഇപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ് കേട്ടോ. ഇന്നാണത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്ത അന്ന് അവിടെ പണിക്കാരൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ അവർ സ്റ്റാർട്ട് ചെയ്യുകയാണെന്ന് പറഞ്ഞു. ഇന്ന് ഓപ്പണിംഗ് ആണ്. അപ്പോൾ കുറച്ച് ആളുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് ഒരു ചേച്ചി ഞങ്ങളോട് ഒരുപാട് സംസാരിച്ചു, അവിടെ പണിയെടുക്കുന്ന ചേച്ചിയാണ്. അപ്പോൾ ചേച്ചി പറഞ്ഞു അപ്പുറത്തൂടെ വന്നു കയറിക്കോ, എന്തിനാ ഇവിടുന്ന് ഷൂട്ട് ചെയ്യണമാണെങ്കിൽ അതിൽ വന്ന് ഷൂട്ട് ചെയ്തോന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മളെ ഇന്നത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് പ്ലാന്റ് ഹണ്ടിങ് ആണല്ലോ, അല്ലാതെ ഒരു പാർക്കിൻ്റെ വീഡിയോ അല്ലല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് തിരിച്ചു. അപ്പോൾ ഞങ്ങളെ നാട്ടിലെ ഒരു പ്രകൃതി രമണീയമായ വേറൊരു സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ പോയോണ്ടിരിക്കുന്നത്. അത് പുഴയോരത്തേക്കാണ്. ഞങ്ങളെ ഇവിടെ എല്ലാ അകലെ ഒരു പുഴയാണിത്. അപ്പോൾ ആ പുഴേൻ്റെ സൈഡിൽ നമുക്ക് വല്ല ചെടികളും കിട്ടുമോ എന്ന് നോക്കാം. അത് ഞങ്ങൾ 2-3-4 പേരുണ്ട്. അവരൊക്കെ എൻ്റെ കൂടെ കൂടിയിരിക്കുന്നത് പ്ലാന്റ് ഹണ്ടിങ്ങിനൊന്നല്ല കേട്ടോ. അവിടെയൊക്കെ പുഴയിലേക്ക് പോകുക എന്നുള്ളൊരു ഇതിലാണ് പോന്നിട്ടുള്ളത്. അങ്ങനെ ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ ചെടി കളക്ട് ചെയ്യുന്നുമുണ്ട്. പിന്നെ നമ്മളിതാ ഈ പോകുന്ന 2 സൈഡിലൊക്കെ നിൽക്കുന്നത് ഫേൺസുകളാണ് കേട്ടോ. ഫേണുകളുടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അവിടെ. പക്ഷെ ഇവിടെ ഞങ്ങളുടെ നാട്ടിലൊന്നും ഫേൺ ആരും ചെടിയായിട്ട് വളർത്തലില്ല. അപ്പോൾ ഇതാ ഫേണുകളൊക്കെ ഇടയിൽ നമുക്കൊരു ക്രോട്ടൺ പ്ലാന്റിൻ്റെ ഒരു പീസ് കാണുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് കളക്ട് ചെയ്യാം. പിന്നെ ഇതാ അടുത്തൊരു ചെടി ഒരു ചെമ്പരത്തിയാണ്, പഴയ കാലത്തെ നാടൻ ചെമ്പരത്തിയാണ് കേട്ടോ അത് കണ്ടു. അപ്പോൾ അതിൻ്റെ ഒരു കഷ്ണം ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മൾ കമ്മൽ ചെടിയാണ്. കമ്മൽ ചെടി ഒരുപാടുണ്ട് ഇതിലെ, നല്ല സ്പ്രെഡായി കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ സാധാരണ കാണുന്ന ചെടികളല്ലേ. ഇനി ഞാൻ നിങ്ങൾക്ക് നല്ല അടിപൊളി ഒരു ചെടി കാണിച്ചു തരാം കേട്ടോ. എനിക്ക് ഒരുപാട് അത്ഭുതപ്പെട്ടു ഞാൻ അത്രയും കണ്ടിട്ട്. കാരണം ഇത് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ ഭയങ്കര വിലയുള്ള ഒരു ചെടിയാണ്. പക്ഷെ ഇതിപ്പോൾ കയറിയിട്ടുള്ള ഒരു മരത്തിൽ കണ്ടോ, ഇതാണ് ഞാൻ ആ പറഞ്ഞ ചെടി. എനിക്ക് ഭയങ്കര സന്തോഷം ഇത് കണ്ടപ്പോൾ തന്നെ. ഈ ചെടി കയറിയിരിക്കുന്നുണ്ടോ ഒരു മരത്തിൽ ഫുള്ള് ഇതാണ് സ്പ്രെഡ് ആയിക്കാണ്. ഇതാണ് മോൺസ്ട്ര പ്ലാന്റ് എന്ന് പറയുന്ന ചെടി. ആ മോൺസ്ട്ര പ്ലാന്റ് ഇതിന് മേലെ വരെ പോയിട്ടുണ്ട്, വലിയ വലിയ ഇലകളായിട്ട്. അപ്പോൾ ഞാൻ അതിന് ചെറിയ ഇലകളെല്ലാം കളക്ട് ചെയ്തത്. ഇത് 2 വിധം ഉണ്ട്. ഒന്ന് വലിയ ഇലകളായിട്ടുള്ളതുണ്ട്, ചെറിയ ഇലകളായിട്ടുള്ളതുണ്ട്.
ഇനി ചെറിയ ഇലകൾ വേറെ കളക്ഷൻ ഞാൻ കാണിച്ചു തരാം. ഇത് ഈ വലിയ ലീഫിൻ്റെ തന്നെയാണ്, അതിൻ്റെ ഒരു ചെറിയ പീസാണ് ഞാൻ കളക്ട് ചെയ്തത്. ഈ ചെടിയുടെ ഈ ലീഫിനാണ് ഭയങ്കര പ്രത്യേകത കേട്ടോ. ആ ലീഫ് കണ്ടോ, ഒരു പുഴു കടിച്ച പോലെ ഒരു അവസ്ഥയൊക്കെ അതിന് കണ്ടാൽ, പക്ഷേ അതാണ് അതിൻ്റെ ഭംഗി. ഇനി നമുക്ക് അടുത്തൊരു ചെടി ഇവിടെ കണ്ടിട്ടുണ്ട്, ഇത് കണ്ടോ, ഇത് ഉള്ളിപ്പൂ എന്നൊക്കെ ഞങ്ങളുടെ നാട്ടിൽ അതിന് പറയുക. ലില്ലി വർഗത്തിൽപ്പെട്ട ഒരു ചെടിയാണ്. അപ്പം ഞാനൊരു ചെറിയ കത്തി കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ആ ഉള്ളിൻ്റെ അത് പൊട്ടാതെ കിട്ടണം. അതിൻ്റെ അകത്തൊരു ഉള്ളി ഉണ്ടാവും മണ്ണിനടിയിൽ, അപ്പോൾ അത് പൊട്ടിപ്പോകാത്ത രീതിയിൽ അതാണ് കിട്ടേണ്ടത്. ലീഫ് മാത്രം കിട്ടിയിട്ട് കാര്യമില്ല. അതുകൊണ്ട് കത്തിയോണ്ട് തുഴഞ്ഞ് അതൊന്ന് എടുക്കുകയാണ്. അപ്പോൾ എടുത്തിട്ട് ഞങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതാ ഞങ്ങളത് കളക്ട് ചെയ്തിരിക്കണു. 2 ഞാൻ അവിടുന്ന് കളക്ട് ചെയ്തു. 2 ഉള്ളിയും വലിയ കേടില്ലാതെ കിട്ടിയിട്ടുണ്ടോ. വലിയ ഉള്ളീൻ്റെ അതേ ഷേപ്പിലാണ് അതിൻ്റെ ഒരു ഇത് കാണാൻ. പിന്നെ ഇതാ ഇവിടെ ഒരു ചെടി ഉണ്ട് കേട്ടോ. അത് ഞാൻ കളക്ട് ചെയ്തിട്ടൊന്നുമില്ല, അത് ഞാൻ ജസ്റ്റ് വെറുതെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്നേ ഉള്ളൂ. അതൊക്കെ കാട്ടിലുണ്ടാകുന്ന ഓരോ ചെടികളാണ്, നമ്മൾ ഒന്ന് കളക്ട് ചെയ്ത് എടുക്കണില്ല. പിന്നെ ഇതാ ഇവിടെ ഒരു മരമുണ്ട്. ഇത് ഈന്തമരം കേട്ടിട്ടുണ്ടോ? ഈന്തമരമാണിത്. അപ്പോൾ അത് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇതിങ്ങനെ ആ ഒരു റബ്ബറിൻ്റെ തൊടുവിൽ അത് മാത്രം ഇങ്ങനെ സ്പ്രെഡായി നിൽക്കണതാണ്, നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇതാ ഇവിടെ ഒരു ക്രോട്ടൺ പ്ലാന്റിൻ്റെ തന്നെ വേറൊരു പീസ് കേട്ടോ ഇവിടെ കാണുന്നു. അപ്പോൾ ഇതുമൊന്നും ഞാനൊരു പൊട്ട് കളക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാ ഈ ചെടി നല്ല ഭംഗിയാണ് കാണാൻ. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. ഇതും അവിടെ കണ്ടതാണ്. ഇത് പക്ഷേ ഈ കെയറിങ് ഒന്നും അധികം കൊടുക്കേണ്ടാത്തൊരു ചെടിയാണ്. പിന്നെ ഇതാ ഇവിടെ വേറൊരു ചെടിയുണ്ട്, അതിങ്ങനെ സ്പ്രെഡായി പോകുന്ന ചെടിയാണ്. അത് പണ്ടൊക്കെ എല്ലാവരും കുഴിച്ചിട്ട് വീട്ടിൽ തന്നെ വളർത്തിയിരുന്നൊരു ചെടിയാണിത്. ഇപ്പോൾ ഇതൊന്നും ഇപ്പോൾ കാണാനൊന്നുമില്ല, വീടുകളിലൊന്നും കാണാനില്ല. ഇപ്പം ഇങ്ങനെ കാട്ടുകൂടൊക്കെ തന്നെ കാണുള്ളൂ. എന്തായാലും ഞാൻ ഇതും കളക്ട് ചെയ്തിട്ടുണ്ട്. ഇതുമൊരു റെഡ് കളറ് ഫ്ലവറൊക്കെ ഉണ്ടാകുന്ന ഒരു ചെടിയാണ്. ഇപ്പോൾ ഇതിൽ വിരിഞ്ഞ് നിൽക്കണമെന്നില്ല, കാണിച്ചു തരാൻ മുട്ടുണ്ട് അതുമേ. പിന്നെ ഞങ്ങൾക്ക് കിട്ടിയൊരു കളക്ഷനാണിത്. ഡ്രസ്സീന വിഭാഗത്തിൽ പെട്ടതാണ് തോന്നുന്നു. അതിൻ്റെ 2 പീസ് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഒരു തൊടിയിൽ. അപ്പോൾ അതും ഞങ്ങൾ കളക്ട് ചെയ്തെടുത്ത്. പിന്നെ ഇതാ ഇവിടെ നിന്നൊക്കെ അങ്ങോട്ടൊക്കെ ഫുള്ള് ഫേണുകളാണ് കേട്ടോ. ഫേണുകളുണ്ടോ, ഒരുപാട് ഫേൺസ് ഉണ്ട്. അപ്പോൾ പല വിധമുണ്ട്, പക്ഷേ അതൊന്നും ഞങ്ങൾ കളക്ട് ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ആരും ഫേണൊന്നും വളർത്താറില്ല എന്ന്, അതുകൊണ്ട് ഞാനും കളക്ട് ചെയ്തിട്ടില്ല. എല്ലാവരും എന്നെ കളിയാക്കും ഞാനിതൊക്കെ ചട്ടിയിൽ കൊടുന്ന് വെച്ചാൽ. കാരണം ഞങ്ങളെ വീടിൻ്റെ മുറ്റത്തും മതിലിലൊക്കെ ഇത് ധാരാളമായിട്ട് കാണുന്നതാണ്. പക്ഷെ അത് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഇതിങ്ങനെ സ്പ്രെഡായി കിടക്കണ കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ ഇതിൻ്റെ ചോട്ടിൽ കൂടെ ഒക്കെ ഫുള്ള് ആ ചെടിയാണ് കാണാൻ. അപ്പോൾ ഇതാ അവിടെ ഒരു ചീനമുളകിൻ്റെ ഒരു മരം അതാ നിൽക്കണു. നമ്മൾ പുഴയിലെത്താനായിട്ടോ, ഇതിന് തൊട്ട് ബാക്കിലാണ് പുഴ കാണുന്നുണ്ടോ അതിൻ്റെ ഇടയിൽ കൂടെ. ഇത് ചീനമരം കണ്ടപ്പോൾ ഞാനൊന്ന് വെറുതെ കാണിച്ചെന്നുള്ളൂ ചീനമുളക്. ഇതിപ്പോൾ എല്ലാവരും വളർത്തുന്ന ഒരു ചെടിയാണ് കേട്ടോ. ഇത് കോമൺ ആയിട്ട് എല്ലാവരും ഇപ്പോൾ കാണുന്ന ഒരു ചെടിയാണ്. മതിലൊക്കെ ഇങ്ങനെ സ്പ്രെഡാക്കി വിടാൻ ഇത് എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ അതാ ഞാൻ അതിലിങ്ങനെ പോകുമ്പോൾ കണ്ടോ നല്ല അടിപൊളി ഒരു സീൻ കണ്ടാണ്. വലിയൊരു എട്ടുകാലി നല്ല വലയൊക്കെ കെട്ടി അതിൻ്റെ ഇരയെ കാത്ത് നിൽക്കുകയാണ്. അപ്പോഴാണ് ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ വന്നത്. അപ്പോൾ ഞാനിത് ഈ ഒരു ചെടി കാണിച്ചു തരാൻ എഴുതിയിട്ടാണ്. അപ്പോൾ ആ തൊടിയിൽ ഒരുപാട് ചെടികൾ ഇങ്ങനത്തെ ഉണ്ട് കേട്ടോ, പൂവിരിഞ്ഞ് നിൽക്കുന്നുണ്ട് ഒരുപാട് ചെടികൾ. ഇനി അടുത്തത് ഞാൻ കാണിച്ചു തരാം കൊങ്ങിണിച്ചെടി. കൊങ്ങിണിച്ചെടി ഇത് ലെൻഡാനസ് എന്നൊക്കെ പറയും. അതിവിടെ നിറച്ച് ഒരൊറ്റൊരു ഇതിൽ നല്ല പോലെ പൂവിരിഞ്ഞ് നിൽക്കുന്നുണ്ട്, കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇത് നാടൻ ലെൻഡാനയാണ് കേട്ടോ. ഇപ്പോൾ എല്ലാവരും ഹൈബ്രിഡാണ് വളർത്തുന്നത്. എന്നാലും ഞാൻ ഇതിൽ നിന്ന് ഒരു 2 പീസ് കളക്ട് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള കളറാണ്, റെഡും ഓറഞ്ചും കൂടിയ കളറാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ നടന്ന് പോകുമ്പോൾ അത് അടിപൊളി ഒരു ഫേണ് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഫേണ് കണ്ടോ, എന്ത് ഭംഗിയാണ്, നല്ല പോലെ വളർന്നിട്ടുണ്ട് അത്. അപ്പോൾ അത് കണ്ടപ്പോൾ അതിൻ്റെ ഭംഗി കണ്ടപ്പോൾ ഞാനതൊന്ന് എടുത്തതാണ്. നല്ല ഭംഗിയുണ്ട് ഈ ഫേണ് കാണാൻ. നല്ല സ്പ്രെഡായി ഒരുപാട് വലുതായിട്ട് വളർന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ പുഴൻ്റെ ഒരു സൈഡിൽ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ആ പുഴൻ്റെ സൈഡിലുള്ളൊരു ഫ്ലവറാണിത്. നല്ല ഭംഗിയിൽ ഫ്ലവറിങ് ആയിട്ട് നിൽക്കേണ്ട ഒരു ചെടി. മഞ്ഞ കളറ് ഫ്ലവറാണ്, നല്ല ഡാർക്ക് മഞ്ഞയായിട്ട് നല്ല ഭംഗിയാണിത് കാണാൻ. നല്ല ഭംഗിയുണ്ട് ഈ പൂക്കൾ കാണാൻ. അപ്പോൾ ഞാനിതൊന്ന് വീഡിയോ എടുത്തതാണ്. ഞാനിത് കളക്ട് ചെയ്തിട്ടൊന്നുമില്ല, ഈ ചെടി ഞാൻ കളക്ട് ചെയ്തിട്ടൊന്നുമില്ല. ഞാനിത് ജസ്റ്റ് നിങ്ങൾക്ക് ഇതിൻ്റെ ഭംഗിയൊന്ന് കാണിച്ചു തരാമെന്ന് എഴുതിയിട്ട് എടുത്തതാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. നല്ല സീനിയറുള്ള സ്ഥലമാണ് ഞങ്ങളെ നാട്. അപ്പോൾ ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും നൊസ്റ്റാൾജിക് ഫീൽ തരുന്നൊരു സ്ഥലമാണ് കേട്ടോ. എൻ്റെ ഉമ്മാൻ്റെ കയ്യിൽ നിന്നൊക്കെ ഒരുപാട് അടി വാങ്ങി തന്നിട്ടുള്ളൊരു സ്ഥലം കൂടിയാണിത്. കാരണം ഞായറാഴ്ചകളുണ്ടെങ്കിൽ രാവിലെ 10 മണിക്ക് ഇറങ്ങിയാൽ 4 മണിക്കാണ് ഈ പുഴയിൽ നിന്ന് കയറി വീട്ടിലെത്തുക. ഈ സ്ഥലത്തൊക്കെ ഒരുപാട് വെള്ളം ഉണ്ടായിരുന്ന സ്ഥലമാണ് കേട്ടോ അത്.
ഒരു 2 ആളായത്തിലൊക്കെ വെള്ളം നിന്നിരുന്ന ഒരു സ്ഥലമാണ്. പിന്നെ ഇവിടെ കുളിക്കാനും ഇതിനൊക്കെ ആയിട്ട് ഒരു മറയൊക്കെ ഉണ്ടായിരുന്നു. അവിടെ തന്നെ ഈ സ്ഥലത്തിന് തന്നെ മറ എന്നുള്ളൊരു പേര് തന്നെ ഉണ്ടായിരുന്നു. പുഴയിൽ മറയ്ക്കൽക്ക് പോകുക എന്ന് എല്ലാവരും പറയാറുണ്ടായിരുന്നത്. പിന്നെ അതവിടെ നിറച്ച് കൈതയാണ്, കൈത കുടുംബമാണ് ഇവിടെ ഫുള്ള്. ഈ കൈതോല വെച്ചിട്ടാണ് അപ്പോൾ ആ പാട്ടിലൊക്കെ പറയുന്ന പായ ഉണ്ടല്ലോ, ആ പായ നെയ്തെടുക്കാൻ ഉപയോഗിക്കുന്ന കൈതോലകളാണിത്. അപ്പോൾ പണ്ടൊക്കെ ഇത് വെട്ടിക്കൊണ്ടുപോയിട്ട് പായ നെയ്യുമായിരുന്നു വീട്ടിലൊക്കെ. ഇപ്പം കൈതോലപ്പായെന്ന് ആർക്കും വേണ്ട, ഒക്കെ റെഡിമെയ്ഡല്ലേ. എല്ലാതും ഇപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ ഇതിലേക്ക് തിരിഞ്ഞതുകൊണ്ട് എല്ലാവരും ആ പായകളെ വാങ്ങുള്ളൂ. ഇവിടെ എത്തിയപ്പോൾ പിന്നെ മക്കളൊക്കെ പ്ലാൻ ഹണ്ടിങ് ഒക്കെ മറന്നു കേട്ടോ. അവർ നേരെ വെള്ളത്തിലേക്ക് ചാടി. പിന്നെ അവരൊന്നും ഇതിൽ നിന്ന് കിട്ടാനില്ല, അവർ പിന്നെ വെള്ളത്തിൽ കളിക്കലായി. കണ്ടോ, ഇതിൻ്റെയൊക്കെ സൈഡിലൊക്കെ ഫേൺ ഉണ്ട് കേട്ടോ. ഫേണാണ് ഇവിടെ കാര്യം. ഹാൻഡിങ് ഒക്കെ നിർത്തി വെച്ചിട്ടോ. ഞങ്ങൾ ആ ഒരു പുഴയിലെത്തിയപ്പോൾ മക്കളൊന്നും തിരിച്ചു പോരാത്തതുകൊണ്ട് പിന്നെ അവരവിടെ കളിക്കാത്തതുകൊണ്ട് ഞാനും അത് നിർത്തി വെച്ച്. അങ്ങനെ ഇതുവരെയായിട്ട് കിട്ടിയ പ്ലാൻസ് കളക്ട് ചെയ്തിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോന്നു. അപ്പോൾ ഇനിയും നല്ല അടിപൊളിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതാണ്. അതുവരേക്കും ബൈ ബൈ.